ഹായ് സോ മക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. സോ നമ്മൾ 8-ാം തീയതി വൈകിട്ട്, അതായത് നാളെ വൈകിട്ട് 7 മണിക്ക് നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ് ഞാനും നിങ്ങളുടെ സ്വന്തം ഹനീന മിസ്സും. നമ്മൾ അടിച്ച് പൊളിച്ച് പ്ലസ് ടു കൊമേഴ്സിലെ സ്റ്റാറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സെറ്റാക്കി കയ്യിലങ്ങോട്ട് തരും. ഓക്കെ, സോ മറക്കാതെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തോളി. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിച്ച് പൊളിച്ച് പഠിപ്പിക്കാമല്ലേ. അതിന് മുന്നൊരു ട്രയൽ പോയാലോ? നമുക്കൊരു 2 ക്വസ്റ്റ്യൻ അങ്ങോട്ട് നോക്കാം മക്കളെ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ആസ് എ PMF എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എക്സും പി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് P of 1 less than or equal to x less than or equal to 2. Okay, then E of x, that is expectation of x, and finally variance of x. ഇതൊക്കെ എങ്ങനെയാടാ നമ്മൾ ചെയ്യുക? വലിയ പണിയൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ. P of 1 less than or equal to x less than or equal to 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എടുക്കണം? P of x equal to 1 എടുക്കണം. അറ്റ് എ ടൈം P of x equal to 2 എടുക്കണം. എന്താ മക്കളെ P of x equal to 1 എന്ന് പറഞ്ഞാൽ? x equal to 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ P of x വന്നിട്ടുണ്ടല്ലോ. That is 1/6 plus P of x equal to 2 എന്ന് പറയുമ്പോൾ that is 2/6 എന്ന് പറയണം. So that will be equal to 1 plus 2 എന്താണെന്ന് അറിയാലോ? 3 ആണ്. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട. 3/6 ഒന്നും കൂടെ വെട്ടിച്ചെറുതാക്കുവാണെങ്കിൽ 1/2 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ വിജയകരമായിട്ട് നമ്മൾ ചെയ്തല്ലേ. ഇനി ഇതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് അറിയോ മക്കളെ? സിഗ്മ എക്സ് ഇൻറ്റു എന്താണ് ഇവിടെ കിടക്കുന്നത്? പി ഓഫ് എക്സ്. ഓരോ എക്സുകളും പി ഓഫ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ സമ്മ് കണ്ടുപിടിക്കലാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് നോക്കിയേ. ഫസ്റ്റ് 1 ഇൻറ്റു 1/6 അല്ലേ? 1 ഇൻറ്റു 1/6 പ്ലസ് നെക്സ്റ്റ് ടേം എന്തായിരുന്നു? നോക്കിക്കോ മക്കളെ. 2 ഇൻറ്റു 2/6 പ്ലസ് 3 ഇൻറ്റു 3/6. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് അല്ലേ. ഇവരെല്ലാവരും പിടിച്ച് കൂട്ട്. സോ എന്താ കിട്ടുക? 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1/6 പ്ലസ് 4/6 പ്ലസ് 9/6 എന്ന് കിട്ടും അല്ലേ. സോ ഇതെന്താണ്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ഈസി ആയില്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്ന് ആഡ് ചെയ്തേടാ. 1 + 4 5 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 13/6 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട് മക്കളെ. 9 + 5 അല്ലേ? 9 + 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. എന്തായിരുന്നു? 14 അല്ലേ വരിക? 9 + 5 ദാറ്റ് ഈസ് 14/6 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇതിനെ ഒന്നും കൂടെ ക്യാൻസലേഷൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് 7/3 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഫൈൻ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട് മക്കളെ. ഈ രീതിയിലാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു സാധനം കൂടി ഉണ്ടല്ലോ, വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച്, പക്ഷേ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ലല്ലോ. അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇങ്ങോട്ട് പോരെ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താ? 1 ഇൻറ്റു 1/6 അല്ലേ. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ് ചെയ്യണം. ദാറ്റ് ഈസ് 1 സ്ക്വയർ ഇൻറ്റു 1/6. 1 സ്ക്വയർ ഇൻറ്റു 1/6 എന്ന് പറയുമ്പോൾ ഓരോരോ വാല്യൂസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു 1/6 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 2/6 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 3/6. ഇതായിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. സോ 1 ഇൻറ്റു 1/6 മാറ്റമൊന്നുമില്ല, 1/6 തന്നെ അല്ലേ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 8/6 എന്ന് വരുന്നുണ്ട്. ആൻഡ് ഫൈനലി 9 ഇൻറ്റു 3 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 27/6. ഓക്കെ, 27 + 8 എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, 35 ആണ്. 35ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയപ്പോൾ 36 എന്ന് വരുന്നുണ്ട്. 36/6 ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താടാ മക്കളെ? 6 എന്ന് വരുന്നുണ്ട്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എന്താണെന്ന്? 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്ത് വേണം നമുക്ക്? വേരിയൻസ് വേണ്ടേ? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ആ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? 7/3 ആണ് അല്ലേ. 7/3 ആണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. സോ 6 -
6 മൈനസ് 7/3 എന്ന് പറയുന്നതിൻ്റെ ഹോൾ സ്ക്വയർ ആണ് അവിടെ വരുന്നത്. 6 മൈനസ് 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49/9 എന്ന് വരും മക്കളെ. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 6 into 9 that is 54 minus 49 divided by 9 and which will be equal to 5/9 എന്നാണ് എന്ത് വരുന്നത്? വേരിയൻസ് ഓഫ് എക്സിൻ്റെ ആൻസർ വരുന്നത്. സോ വളരെ വിജയകരമായിട്ട് ആദ്യത്തെ ചോദ്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഒരു സിമ്പിൾ ചോദ്യം കൂടെ ഉണ്ട്, നോക്കിയിടാം മക്കളെ. X is a continuous random variable with variance 4. What's the value of variance of 2x plus 1? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ചോദ്യ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പഠിച്ചേ? വേരിയൻസ് ഓഫ് 2x plus 1 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണോ അതിൻ്റെ സ്ക്വയർ എടുക്കുക. ദാറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് വിത്ത് വേരിയൻസ് ഓഫ് എക്സ്. സോ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണെന്നറിയാം. സോ 4 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് 4 അല്ലേ. സോ 4 ഇൻറ്റു 4 വിൽ ബി ഈക്വൽ ടു എന്താണ് കിട്ടുന്നത്? 16 ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയുള്ള നല്ല അടിപൊളി കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാനും നിങ്ങളുടെ സ്വന്തം ഹനീന മിസ്സും നാളെ, അതായത് 8-ാം തീയതി വൈകിട്ടും അതുപോലെ തന്നെ 9-ാം തീയതി രാവിലെയും വരുന്നുണ്ട്. സോ എല്ലാവരും ജോയിൻ ചെയ്യണം. നമ്മുടെ ഓണം നമുക്ക് കളറാക്കണ്ടേ? സോ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട്, ആരും പേടിക്കണ്ട. നമ്മുടെ സ്റ്റാർട്ടി നമ്മൾ സെറ്റാക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും വരോട്ടാ.